പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ സഭയ്ക്കുള്ള ദൂതുകളിൽ ഏഴാമത്തെ സഭയായ ലവോദിക്യ സഭയ്ക്കുള്ള ദൂതിലേക്ക് നാം വരികയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ലവോദിക്യയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനും ഉഷ്ണവാനും ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒടുവിലത്തെ സഭയായ ലവോദിക്യ സഭയോടുള്ള ദൂതാണ് നാം ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. സഭാചരിത്രത്തിൽ 1900 മുതൽ ഇപ്പോൾ വരെയും കർത്താവിൻ്റെ രഹസ്യ പ്രത്യക്ഷത വരെയും ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന സഭാ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്നതാണ്, വിളിച്ച് കാണിക്കുന്നതാണ് ലവോദിക്യ സഭാ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി സിറിയയിലെ അന്തിയോക്യസ് രണ്ടാമൻ എന്ന രാജാവ് തൻ്റെ ഭാര്യമാരിലുള്ള ഒരാളായിരുന്ന ലവഡീസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത പട്ടണമാണ് ലവോദിക്യ. അതുകൊണ്ടാണ് ഈ പട്ടണത്തിന് ലവോദിക്യ പട്ടണം എന്ന് തന്നെ പേര് വരുവാനുള്ള കാരണം. ഇതിന് വളരെ രസകരമായൊരർത്ഥമാണുള്ളത്. ഇതിൻ്റെ അർത്ഥം നാം പരിശോധിക്കുമ്പോൾ ലാവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനം അല്ലെ പീപ്പിൾ എന്നാണ്. ദിഖി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ റൂൾ എന്നാണ്. അപ്പോൾ ലവോദിക്യ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭരണം, ജനങ്ങളുടെ മേധാവിത്വം, ജനങ്ങളുടെ വിധി. ജനമാണ് കാര്യം തീരുമാനിക്കുന്നത്. ഇതാണ് ലവോദിക്യ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ. മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ജനം ദൈവസഭയുടെ നിയന്ത്രണം ഏറ്റെടുത്ത കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതുമല്ല, വചനത്തിനും ആത്മാവിനും ഉപരിയായി ജനത്തിൻ്റെ കയ്യിൽ സഭയുടെ നിയന്ത്രണവും ഭരണവും അധികാരവും എത്തിയ ഒരു കാലഘട്ടമാണ് ലവോദിക്യ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ചരിത്രപരമായ ലവോദിക്യ എന്ന ദേശത്തേക്ക് അല്പം കൂടെ പോകേണ്ടതായിട്ടുണ്ട്. അത് വളരെ ചരിത്ര പ്രസിദ്ധമായ പട്ടണമായിരുന്നു. അതിൻ്റെ ചരിത്ര പ്രസിദ്ധിക്കുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ സമ്പദ് സമൃദ്ധിയായിരുന്നു. വളരെ ധനികമായിരുന്നത് കൊണ്ട് ബാങ്കിങ് സിറ്റി എന്ന് തന്നെയാണ് അതിനെ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ നാണയ വിനിമയത്തിനുള്ള സൗകര്യമുള്ള സ്ഥലമായിരുന്നു അത്. അവിടെ വളരെ മനോഹരമായ, വളരെ നല്ല നിലവാരം പുലർത്തുന്ന ആട്ടുരോമം സുലഭമായി ലഭിച്ചിരുന്നത് കൊണ്ട് ആട്ടുരോമം കൊണ്ട് ആളുകൾ നല്ല രോമക്കുപ്പായം ഉണ്ടാക്കി ധാരാളമായി കച്ചവടം ചെയ്തിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ ഉൽപ്പാദനത്തിൻ്റെ ആ വലിയ പെരുപ്പം കാരണം അധികം വിലയില്ലാത്ത രീതിയിൽ വില കുറച്ച് നല്ല രോമക്കുപ്പായം വാങ്ങിയ ആളുകൾക്ക് ധാരാളമായി ഇടുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഇനി അതുകൂടാതെ അവിടെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മെഡിക്കൽ സ്കൂൾ ഉണ്ടായിരുന്നു.
ലവോദിക്കയിലെ മെഡിക്കൽ സ്കൂള് വളരെ പ്രസിദ്ധമായിരുന്നു. കാരണം പ്രസിദ്ധമായ 2 ഔഷധങ്ങളുടെ ഉറവിടമായിരുന്നു ലവോദിക്ക. അവിടെയായിരുന്നു ഈ ഔഷധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് കണ്ണിൻ്റെ രോഗത്തിനും മറ്റൊന്ന് ചെവിയുടെ രോഗത്തിനും. ഇതൊക്കെ ലേപനമായി ഉൽപ്പാദിപ്പിച്ചിട്ട് അത് ഗുളികകളാക്കി മാറ്റുന്നതിനുള്ള കഴിവ് അവിടുത്തെ പിശകുരന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മരുന്നുകൾ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വളരെ അനായാസമായി കൊണ്ടുപോകുന്നതിന് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇത് വലിയ വ്യാപാര പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. നല്ല പാട്ടിൻ്റെ, ധാരാളം മരുന്നിൻ്റെ ഒക്കെ സ്ഥലമായ പ്രസിദ്ധമായ ധനികമായ ദേശമായിരുന്നു. ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നു. അവിടേക്ക് ഒഴുകി വരുന്ന നദിയൊക്കെ ഏതാണ്ട് വേനൽക്കാലമാകുമ്പോഴേക്ക് വേനൽക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വറ്റിപ്പോകുന്നത് കൊണ്ട് അവർക്ക് അക്വഡേറ്റ് വഴി വെള്ളം പട്ടണത്തിൽ എത്തിക്കേണ്ടി വന്നു. പക്ഷേ ഒരു കുഴപ്പം എന്നാണെന്നറിയാമോ? അക്വഡേറ്റ് വഴി വെള്ളം പട്ടണത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് വെള്ളം ചൂടുമല്ല തണുപ്പുമല്ല. ഇതൊക്കെയായിരുന്നു അവരുടെ ഭൗതികമായ പ്രത്യേകതകളും പ്രശ്നങ്ങളും. അത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ അർത്ഥം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും വളരെ ഓടിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുന്നു, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. അതിൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. അത് വായിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കും, പിതാവായ ദൈവം തൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെയാണെന്ന്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് പിതാവായ ദൈവം സൃഷ്ടിപ്പെന്ന കാര്യം പഠിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമുക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനൊന്നും ആ ഭാഗത്തിന് അർത്ഥമില്ല. ദൈവ സൃഷ്ടിയുടെ ആരംഭമായവൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയ 2 കാര്യമെന്ന് പറയുന്നത്, ഒന്ന് സൃഷ്ടിയുടെ ഓദർ അല്ലെങ്കിൽ സൃഷ്ടിയുടെ ഉപജ്ഞാതാവ് ഇദ്ദേഹമാണ്, കർത്താവായ യേശുക്രിസ്തുവാണ്. 2, അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകൻ, ദി ഓദർ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവ സൃഷ്ടിപ്പിൻ്റെ നായകൻ, ഉപജ്ഞാതാവ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. 2, എല്ലാ സൃഷ്ടിയെയും ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഫലവത്താക്കി തീർക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവാണ്. അവ സൃഷ്ടിപ്പിൻ്റെ ഉപജ്ഞാതാവും സൃഷ്ടികളെ ഫലവത്താക്കി തീർക്കുന്നവനുമായവൻ. ബാക്കി പദങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് വിശദീകരിക്കാത്തത്. അരുളി ചെയ്യുന്നത് എന്തുവാണ് ഈ ലവോദിക്കക്കാരോട് പറയുന്നറിയാമോ? അവരോട് പറയുന്നത്, നിന്റെ പ്രവൃത്തിയൊക്കെ എനിക്കറിയാം, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഒന്നുകിൽ നീ ആത്മീയ അനുഭവത്തിൻ്റെ ചൂട് പിടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുന്നവനായിരിക്കണം, അല്ലെങ്കിൽ നീ വിശ്വാസത്യാഗിയായ അഭക്തനായി ആത്മീയ ജീവിതം ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത തണുപ്പനായിരിക്കണം. ഇതിലേതെങ്കിലും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ നിന്റെ പ്രോബ്ലം എന്താണ്? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതോഷ്ണവാനാകുന്നത് കൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തൂപ്പിക്കളയാൻ പോവാ, ഉമിണ് കളയാൻ പോവാ, ഛർദ്ദിച്ച് കളയാൻ പോവാണ്. എനിക്ക് നിന്നോട് യാതൊരു പക്ഷവുമില്ല. ലവോദിക്ക കാലഘട്ടത്തിലെ സഭയോട് കർത്താവിനൊരു പക്ഷവുമില്ല. കാരണം അവരവിടെയുമല്ല, അവരിവിടെയുമല്ല. സ്നാനപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയാം സ്നാനപ്പെട്ടതാ. എന്നിട്ട് ഏത് പള്ളിയിലാണ് പോകുന്നത്? ഞങ്ങളിപ്പോഴും പഴയ പള്ളിയിലാണ് പോകുന്നത്. കാര്യം എന്താ? സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഉപദേശവും അവരവരുടെ ഇഷ്ടവുമാണ്. വചനഹിതപ്രകാരമാണോ? ദൈവവചനത്തിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വചനപ്രകാരവും കുറച്ചൊക്കെ സ്വന്താഭിപ്രായത്തിലും. ഇതാണ് ശീതവാനും ഉഷ്ണവാനും അല്ലാത്ത ശീത ഉഷ്ണവാനായ അനുഭവം. ഇനി നോക്കിയേ, ഇവരുടെ വ്യാരം, ഇവർ ധനവാനാണ്, സമ്പന്നനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും നോക്കിയേ, ഈ സഭയെപ്പറ്റി പറയുന്നത്, നിർഭാഗ്യവാൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ഇതിൽ കൂടുതൽ ഒരാളെപ്പറ്റി എന്ത് ദോഷം പറയാനുണ്ട്? പരിശുദ്ധാത്മാവിന് നന്മയായി നല്ലതായി ഒരൊറ്റ കാര്യം പോലും പറയുവാനില്ല എന്നിട്ട് പറയുകയാണ്. പക്ഷെങ്കിൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും. ഇവിടെ വ്യാപാര കേന്ദ്രങ്ങളിൽ ലഭിക്കുന്ന
ധനം കൊണ്ടോ അത് കൊടുത്ത് വാങ്ങുന്ന പൊന്നുകൊണ്ടോ നിനക്ക് കാര്യം സാധിക്കത്തില്ല. മറിച്ച് നിനക്ക് കാര്യം സാധിക്കണം, നീ സമ്പന്നനാകണമെന്നുണ്ടെങ്കിൽ 1 പത്രോസ് 1:6-7 മുതൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഉദ്ധരിച്ച് പറയുകയാണ്. എന്തോ പറയാം, നിലത്ത് ഉലയിൽ ഊതി ശുദ്ധീകരിക്കുന്ന പൊന്നിൻ്റെ പരിശോധനയേക്കാൾ വലുതാണ് നിന്റെ വിശ്വാസത്തിൻ്റെ പരിശോധന. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ തീഷ്ണമായ അഗ്നി പരീക്ഷയിലേക്ക് നീ ഒന്ന് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയാലേ നിനക്ക് സ്വർഗത്തിൽ എന്തെങ്കിലും കാണത്തുള്ളൂ, നീ സമ്പന്നനാകത്തുള്ളൂ. ദൈവമക്കൾക്കിത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും. ലവോദിക്കയിൽ നാട്ടിൽ ഇറങ്ങിച്ചെന്നാൽ മനോഹരമായ രോമക്കുപ്പായം കിട്ടും, കറുത്ത രോമക്കുപ്പായം. അത് ലവോദിക്കയിൽ കിട്ടുന്നതാണ്. പക്ഷെ നിന്റെ ആത്മീയ അന്ധത കാരണം നിന്റെ നഗ്നത നിനക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നീ എന്തോ ചെയ്തോണം, നാട്ടിൽ കിട്ടുന്നത് കൊണ്ടൊന്നും നിനക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയോട് നീ അടുക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ നീതി പ്രവൃത്തികളല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി പ്രവൃത്തിയായ കാൽവരിയിൽ യേശു നിനക്ക് വേണ്ടി വരുത്തിയ രക്ഷ, അവൻ്റെ നീതി നിന്റെ സ്വന്തമാക്കണമെന്നാണ് പറഞ്ഞത്. ഇനിയും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും. അവിടെ കിട്ടുന്നതായ മരുന്നുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് നീ വിചാരിക്കും നിനക്ക് വലിയ കാഴ്ചയുണ്ടെന്ന്. ഇവിടെ പ്രത്യേകത കുരുടനെന്നല്ല, ദീർഘവീക്ഷണമില്ലാത്തവനെന്ന. ഭൗതികമായ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ കുറച്ചൊക്കെയെങ്കിലും അറിയാമെങ്കിലും ആത്മീയവും സ്വർഗീയവും ദിവ്യവുമായ കാര്യങ്ങൾ, വരുവാനിരിക്കുന്ന ലോകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അറിയത്തില്ല. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഉൾക്കണ്ണിൽ പ്രകാശനം ലഭിക്കണം. അതിന് നിനക്ക് ദൈവത്തിൽ നിന്ന് പുതിയ തൈലത്തിൻ്റെ അഭിഷേകം വേണം. ഇനി മാത്രമല്ല, എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇനി വേറൊരു കാര്യമാണ്, ദൈവം പറയുന്നത് എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശിക്ഷിക്കും. എബ്രായ ലേഖന കർത്താവും പറയുന്നത് കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്തുകൊണ്ടാണ് തല്ലുന്നതെന്ന് പറഞ്ഞത്? താൻ സ്നേഹിക്കുന്ന മക്കളെയാ. ചില ദൈവമക്കളുടെ ജീവിതത്തിൽ കഷ്ടമോ ഭാരമോ സങ്കടമോ പ്രയാസമോ ഒക്കെ കാണുമ്പോൾ അതൊന്നും ഇല്ലാത്തവർ പറയും, സഹോദരൻ എന്നാ ഇത്ര വലിയ കഷ്ടതയൊന്നും, സഹോദരൻ്റെ കഷ്ടത ഇതുവരെ മാറിയില്ലയോ? തീർച്ചയായിട്ടും നിങ്ങൾ കഠിനമായ പാപം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് പാപത്തിൻ്റെ ന്യായവിധിയാണ് നിന്റെ കാര്യങ്ങളൊന്നും ശരിയാകാത്തത് എന്ന് പറഞ്ഞ് ദൈവമക്കളെ പരിഹസിക്കുന്ന ആളുകളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ ശിക്ഷിക്കും. ആരെ ശിക്ഷിക്കും? എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശിക്ഷിക്കും. ഞാൻ ശിക്ഷിക്കുന്നത് ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇതിന് ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കണം, മാനസാന്തരപ്പെടണം. അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? നിങ്ങളുടെ ഈ സമ്പന്നനെന്ന് പറയുന്ന സഭ ലവോദിക്ക കാലഘട്ടത്തിൽ സമ്പന്നമാണെന്ന് പറയാൻ കാരണം ലോകത്തിലെ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ സഭയുടെ ഉടമസ്ഥാവകാശത്തിലാണ്. ധാരാളം ബിൽഡിംഗ് ഉണ്ട്, സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒരുപാടുണ്ട്, സഭയ്ക്ക് സ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട് പറയുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കോ, ഇതിനകത്ത് കർത്താവില്ല. കർത്താവ് എവിടെയാണ്? ലവോദിക്ക കാലഘട്ടത്തിൽ സഭയുടെ കാന്തൻ സഭയുടെ പുറത്ത് അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഓക്കെ, ഞാൻ അവൻ്റെ കൂടി ഈ പള്ളിക്കകത്ത് കയറി വരുമെന്നല്ല, ഞാൻ അവനോടും അവൻ എന്നോടും കൂടി സ്വർഗത്തിൽ ഒഴുക്കിയിരിക്കുന്ന ആ വലിയ അത്താഴത്തിന്. നമ്മുടെ കർത്താവ് തൻ്റെ അന്ത്യ അത്താഴ ദിവസം ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി നിങ്ങളോട് ഒരുമിച്ച് എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ ഒരുമിച്ച് കഴിക്കുന്നവരെ ഞാൻ ഈ മുന്തിരിവലയുടെ അനുഭവത്തിൽ നിന്ന് കഴിക്കുകയില്ലെന്ന്. ആ വലിയ വിരുന്നിൽ പങ്കാളിയാകുവാൻ ജയിക്കുന്നവനെ ലവോദിക്ക സഭയിലെ അങ്ങുമിങ്ങും നിൽക്കാത്ത, ഈ ചൂടും വെളിച്ചവുമല്ലാത്ത, ഇരുളും വെളിച്ചവുമല്ലാത്ത, ചൂടാണോ തണുപ്പാണോ എന്നറിയാൻ വയ്യാത്ത, മാനുഷിക രീതികളും
വേദപുസ്തക രീതികൾ ഇടകലർത്തിക്കൊണ്ടുപോകുന്ന ദുരുപദേശത്തിൻ്റെ പഠിപ്പിക്കലുകളുടെ സഭകളിൽ നിന്ന് പുറത്തിറങ്ങി സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാൻ ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ ജയിക്കുന്നവനാണ്. നിനക്ക് കർത്താവിനോടുകൂടി അന്ത്യാത്താഴം കഴിക്കാമെന്ന് മാത്രമല്ല, അവൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിലിരിക്കും. കർത്താവിനോട് ഭരിക്കുവാനിടയായിത്തീരും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.